നാട്ടിലെത്തുന്നതും തിരികെ പോരുന്നതൊക്കെ ദേ കണ്ണടച്ച് തുറക്കുന്ന സ്പീഡിലായിരുന്നു കേട്ടോ. തൊടിയിൽ തളം കെട്ടി വെള്ളത്തിൽ മഴ പെയ്യുന്നത് കാണാൻ എന്തൊരു ഭംഗിയാലേ. ഇതൊക്കെ മിസ് ചെയ്യലോ ഈശ്വര, ഞാൻ കൊച്ചിയിൽ വന്നാലും എന്നുള്ള നല്ല സങ്കടം എനിക്കുണ്ട്. നാട്ടിലുള്ള എല്ലാ കാര്യത്തിനും അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അക്കു വരുന്നത് പ്രമാണിച്ച് ഞാനൊരു ചെറിയ കേക്കും കൂടെ കട്ട് ചെയ്തായിരുന്നു. അടുത്ത ദിവസം തിരികെ പോരാൻ വേണ്ടി മാറ്റിയപ്പോൾ അക്കു ഇരുന്ന് കരയേ, ചേച്ചി പോവല്ലേ, പിന്നെ പോയാൽ മതിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത്തവണ അവൻ കരയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തവണ അവൻ്റെ കൂടെ ഒരു ദിവസം മൊത്തം ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റിയതേ ഇല്ല, സമയം ഒട്ടുമില്ലായിരുന്നു. അതാണ് കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ട്രെയിൻ യാത്രയ്ക്ക്. പിന്നെ എത്ര മണിക്കൂർ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് ആലോചിച്ച് സങ്കടമായിരുന്നു. ഇത്തവണ ഒരു സുന്ദരിയായിട്ടുള്ളൊരു ഉമ്മച്ചിക്കുട്ടി, അവരുടെ സുന്ദരനായിട്ടുള്ളൊരു മകനും ഉണ്ടായിരുന്നു. ഉപ്പ നമ്മുടെ കൂടെ ട്രെയിനിൽ കയറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ്റെ കരച്ചില്. പക്ഷെ നമ്മൾ ആ ഏരിയയിൽ മൊത്തം ഗേൾസ് ആയതുകൊണ്ട് നമ്മൾ ഒരു തമാശയൊക്കെ പറഞ്ഞാൽ അവൻ റെഡിയായി, സെറ്റായി, എന്നിട്ട് ഹാപ്പി ആയിട്ടായിരുന്നു ഇറങ്ങിയിരുന്നത്. എന്നിട്ട് ഞാനൊരു ബിരിയാണിയും കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങി. എണീറ്റപ്പോൾ എനിക്ക് ഭയങ്കര ഒറ്റ വൈബ്, എന്തോ ഒറ്റയ്ക്കായെന്നുള്ളൊരു ഫീല്.